ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. നമ്മുടെ കുട്ടികളുടെ മുടിയൊക്കെ പൊഴിഞ്ഞു പോവുകയും അതുപോലെ തന്നെ അകാല തലകൾ ഉണ്ടാകുകയൊക്കെ ചെയ്യുന്നതൊക്കെ തടയാനുള്ള അടിപൊളി ഒരു ഹെയർ ഓയിലുമായിട്ട് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അതുപോലെ പനങ്കല പോലെ മുടി വളരാനും മുടി പൊട്ടിപ്പോകുന്നത്, മുടി കൊരിച്ചിൽ, താരൻ എല്ലാം മാറാനും അകാല തല എല്ലാം മാറിക്കിട്ടാനും പിന്നെ നമുക്ക് നല്ല പ്രായമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങത്തുള്ളൂ കേട്ടോ. 100% റിസൾട്ട് കിട്ടിയ അടിപൊളിയുള്ള ഹെയർ ഓയിലാണിത്. അതിനായിട്ട് നമുക്ക് വേണ്ടത് നാടൻ കറിവേപ്പിലയാണ് വേണ്ടത്. അല്ല നമ്മൾ ഈ വേറെ സൈസ് കറിവേപ്പില പച്ചക്കറി കടകളിൽ നിന്നൊക്കെ കിട്ടുമല്ലോ, അതൊന്നും എടുക്കരുത്. നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുന്ന ഏതെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ തന്നെയാണ് മേടിച്ച് ആ ഒരു കറിവേപ്പിലയും കൊണ്ട് വേണം നമ്മൾ ഈ ഹെയർ ഓയിൽ തയ്യാറാക്കാനായിട്ട്. പിന്നെ എൻ്റെ വീട്ടിൽ തന്നെ കറിവേപ്പില പറിച്ചെടുത്താണ്. ഇപ്പം 2 പിടിയാണ്, അതായത് കപ്പിനനുസരിച്ചാണ് എടുക്കുന്നത്. നമുക്ക് എത്ര വേണേലും ഇതിൽ യൂസ് ചെയ്യാം. 1/2 കിലോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു കണക്കാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ കൈ അളവിന് 2 കൈപ്പിടി പിടി അളവിനാണ് ഞാനിത് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാറയിൽ ഇട്ട് കൊടുത്തിട്ട് വെള്ളത്തിന് ഒരു അംശം പോലും ഇതിൽ നമ്മൾ ചേർക്കരുത്, ഒന്ന് പൊടിച്ചെടുക്കുക. വെള്ളത്തിൻ്റെ മയം മിക്സി ജാറയിലും കാണാൻ പാടില്ല, ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയേ ചെയ്യരുത്. അതിനുശേഷം നമ്മളിതുപോലെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ സ്റ്റീലിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കുക. ഏറ്റവും നല്ല ഇരുമ്പിൻ്റെ ചട്ടിയാണ്, പക്ഷേ ഇവിടെ സ്റ്റീലിൻ്റെ ചട്ടിയില്ലായിരുന്നു, ഇരുമ്പിൻ്റെ ഇല്ലായിരുന്നു. പിന്നെ ഈ ഒരു ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇതാണേലും മതി, പക്ഷേങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഇരുമ്പിൻ്റെ ഒരു ചട്ടി എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു ചട്ടി നല്ലപോലെ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ചക്കിലാട്ടിയ എണ്ണയിലെ വെളിച്ചെണ്ണ, നല്ല എണ്ണ വേണം നമ്മൾ ചേർത്ത് കൊടുക്കുക. അത് പാക്കറ്റ് ഓയിലുകളൊന്നും എടുക്കരുത്. പകരം നമ്മൾ ചക്കിലാട്ടിയ എണ്ണ കടയിൽ പോയി മേടിച്ചുകൊണ്ട് വന്നതാണിത്. നല്ല എണ്ണയാണ്. അപ്പോൾ 1/2 കിലോ കണക്കിലാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ കരിച്ചെടുക്കരുത്, അത് ഒരുമാതിരി കളർ മാറുന്നിടം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒത്തിരി കരിഞ്ഞൊന്നും പോകേണ്ട കാര്യമില്ല. ഇപ്പോൾ കണ്ടില്ലേ, ഉലുവ ഒന്ന് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ എണ്ണയിൽ കിടന്നിട്ട്. അപ്പോൾ നല്ലപോലെ ഒന്ന് കളർ മാറുമ്പം നമ്മൾ ഈ പൊടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പില അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. കറിവേപ്പില ഉലുവായും മാത്രം ഞാൻ ചേർക്കുന്നുള്ളൂ. അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. മുടിയൊക്കെ ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ മുടിയൊക്കെ നല്ലപോലെ നരച്ച് വരുന്നുണ്ട്. കൊച്ചു കുട്ടികൾക്ക് 4 വയസ്സുള്ള കുട്ടികൾ മുതൽ അങ്ങോട്ട് മുടി നരയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ, കുട്ടികളുടെ ചെറുപ്പത്തിൽ തന്നെ നമ്മളിത് യൂസ് ചെയ്യുവാണെങ്കിൽ ആ മുടി നര ഉണ്ടാകത്തേ ഇല്ല. മുടി നല്ല ആർത്ത് കിളുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ താരൻ, ചൊറിച്ചിൽ, അലർജി അങ്ങനെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാകത്തുമില്ല. അപ്പോൾ നല്ല അഥവാ താരനൊക്കെ ഉള്ള മുടി തലയിലൊക്കെ ആണെങ്കിൽ അതൊക്കെ പാടെ മാറുന്നതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ കറിവേപ്പില ഫുള്ള് ഇതിലേക്ക് ഒഴിച്ചു വിടുക. കാര്യം ഇതിനകത്ത് വെള്ളത്തിൻ്റെ അംശം ഒരു തുള്ളി പോലും ഇല്ലാത്ത കാരണം ഇത് തിളച്ചിട്ട് തിളയൊന്നും മാറേണ്ട കാര്യമില്ല കേട്ടോ. കാര്യം നമ്മുടെ ആ ഫ്ലെയിം മീഡിയം ഇതായിട്ടേ വെക്കാവുള്ളൂ. ഒരുപാട് ഹൈ ലെവലിലാക്കി വെച്ചിട്ട് കരിച്ച് കളയരുത്. ആ കറിവേപ്പില നമ്മളെടുത്ത് കൈ ഞെവിടുമ്പോൾ കറിവേപ്പില ഒന്ന് പൊടിയണം, അത്രയേ ഉള്ളൂ. വേറെ ഒന്നുമില്ല. ഇതിന് മൂപ്പൊക്കെ എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പോകുന്നൊരു മൂപ്പൊന്നുമല്ല. ഈ ഒരു രീതിയിൽ വേണം, ഞാൻ ചെയ്യുന്ന ഇതേ രീതിയിൽ വേണം നിങ്ങൾ ചെയ്തെടുക്കാൻ. അത് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ കണ്ടില്ലേ, നമ്മുടെ കറിവേപ്പിലയുടെ നല്ലൊരു കളറ്, പച്ച കളർ, ഗ്രീൻ കളറായിട്ട് വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു കളറാണിത്. അതുപോലെ തന്നെ അപ്പോൾ ഇത് എണ്ണ അങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് കുറുക്കേണ്ട കാര്യമില്ല. കുറുക്കിയെന്ന് പറഞ്ഞാൽ ഇത് മൂത്ത് വരുന്നിടം വരെ ഒരു കണക്കുണ്ട് ഇതിന് കേട്ടോ. ആ ഒരു മൂപ്പ് വരെ വേണം നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. കൂട്ടി ഹൈ ഫ്ലെയിമിൽ ഇടുമ്പോൾ നമ്മുടെ ഉലുവായും അതുപോലെ തന്നെ കറിവേപ്പിലയും നല്ലപോലെ കരിഞ്ഞു പോകും. ആ കരിഞ്ഞു പോയ എണ്ണയുടെ ആ ഒരു ഫലം നഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ, അതായത് ഞാൻ ഈ ചെയ്യുന്ന ആ ഒരു രീതിയിൽ വേണം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഇലയൊന്നും എടുത്ത് നിങ്ങൾ കയ്യിലൊന്ന്, ആ പൊടിച്ച ഇലയാണെങ്കിൽ ചില തടി ഇല ഉണ്ട്, അത് കൈ വെക്കുമ്പോൾ പൊടിഞ്ഞു പോകും എന്ന രീതിയിലാകുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പത്തിൽ നിന്ന് ഇത് മാറ്റി കൊടുക്കണം. അടുപ്പിൽ തന്നെ വെച്ചേക്കരുത്. അവിടെ ഇരുന്ന് അത് ചൂട് ഇതായത് കാരണം അവിടെ നിന്ന് കരിയാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒന്ന് ഇറക്കി മാറ്റി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ചാനലിലെ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന ഒരു നല്ല അടിപൊളി സിമ്പിളായിട്ട് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ കുറേ ഹെയർ ഡേയുടെ ഒക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ നല്ല നല്ല ടിപ്സ് വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ആ ചൂടൊക്കെ ആറി നല്ലപോലെ കണ്ടില്ലേ, ഈ ഒരു കളറിൽ നമുക്ക് എണ്ണ കിട്ടുന്നതായിരിക്കും കേട്ടോ. നല്ല
അടിപൊളി എണ്ണയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അരിച്ചെടുക്കണം. ഇതോടെ നമ്മൾ തലയിൽ തേച്ച് കൊടുക്കല. കരിയും കറിവേപ്പിൻ്റെയൊക്കെ ആ ഒരു പൊടിയൊക്കെ തലയോട്ടിയിലൊക്കെ നമ്മൾ തലയിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുവാണെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. കാര്യം നമുക്ക് ഇരുമ്പോൾ ചിലപ്പോൾ ചൊറിച്ചിലൊക്കെ പോലെയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഇത് അരിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇത് ഈ ഒരു കളറിക്കിട്ട് നമ്മുടെ എണ്ണ ഈ കളറിക്കിട്ടത് അതുപോലെ നല്ല ഗുണമുള്ള ഒരു എണ്ണയാണ് കേട്ടോ. കറിവേപ്പിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഉലുവയുടെയൊക്കെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങളുടെ കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ കുളിക്കുന്ന നേരം 2 മണിക്കൂർ തലയിലൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കുളിച്ചാൽ മതി. നിങ്ങൾ ഷാമ്പു ഒന്നും യൂസ് ചെയ്ത് കഴുകരുത്. അതുപോലെ തന്നെ താളിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വീര്യം കുറഞ്ഞ ഷാമ്പു കാണുമല്ലോ, അതിട്ട് കഴുകിയാലും മതി. അല്ലാതെ ഒരുപാട് ഷാമ്പു ഒന്ന് വാരി തേച്ചാൽ ഉള്ള ഇതിൽ എണ്ണമയം ഒരുപാട് കളയാതെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കാവുള്ളൂ. അല്ലാതെ ഒരുപാടൊന്നും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ എണ്ണ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് തലയിൽ കൂടെ ഈ മുടിയിലൂടെ ഇങ്ങനെ ഒഴുകുന്ന രീതിയിലൊന്നും എണ്ണ പുരട്ടരുത് ആരും കേട്ടോ. അപ്പോൾ തണുപ്പൊക്കെ ആയത് കാരണം ഇപ്പോൾ പനിയൊക്കെ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് എണ്ണയൊന്നും തേച്ച് ഉച്ചിയിലൊക്കെ ഒത്തിരി എണ്ണയൊക്കെ വാരി പൊത്തി വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയൊന്നും ചെയ്യരുത്. നമുക്ക് ആവശ്യമുള്ള എണ്ണ, കുറച്ചെണ്ണ അത് മാത്രം നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കാര്യം അത്രയ്ക്ക് എഫക്റ്റ് ഉള്ളൊരു എണ്ണയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കുറച്ചെണ്ണ മതി നമ്മുടെ മുടിയിലേക്ക്. അല്ലാതെ ഒത്തിരി ഒന്നും വാരി എണ്ണ ഇങ്ങനെ ഒഴുകുന്ന രീതിയിലൊന്നും വാരി പെരട്ടരുതാരും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, എൻ്റെ കുട്ടിയുടെ തലയിലാണ് ഞാനിത് തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മുടിയൊക്കെ ഇത് നരച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ഇത്ര ചെറുപ്പത്തിലെ മുടി നരച്ചെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരെയും ഇപ്പോഴത്തെ കുട്ടികളുടെ ആഹാര രീതിയുടെ ഒരു ഇതൊക്കെ കൊണ്ടായിരിക്കും മുടിയൊക്കെ നരച്ചത്, ഒരുപാട് നരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു നര നമുക്ക് കുറേ നാളിത് യൂസ് ചെയ്ത് കഴിയുമ്പം ആ നരച്ച മുടിയൊക്കെ ഒന്ന് ഡാർക്ക് കളറിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. ഒറ്റ യൂസിൽ ഡാർക്ക് കളർ ആകുമെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേങ്കിൽ ഡെയിലി നമ്മൾ കുളിക്കുന്ന മുമ്പ് ഇങ്ങനെ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ നരച്ച മുടിക്ക് ഒരു കളർ ചേഞ്ച് വരും. വൈറ്റ് കളർ ഡാർക്ക് ഷെയ്ഡിലേക്ക് പതുക്കെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ലേ, അപ്പോൾ ഈ മുടിയിൽ ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മുടിയിൽ കളറൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ആ ഒരു ഭാഗത്തെ കരുത് അത് കളർ പോയി കഴിയുമ്പോൾ അത് ബ്ലാക്കായിട്ട് തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ എണ്ണ നമ്മൾ ഇതേ രീതി യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിവിടെ നല്ല തണുത്തിട്ടുണ്ട് എണ്ണ. അപ്പോൾ ഞാൻ പുരട്ടി കാണിക്കാം. നമ്മൾ പനിയൊക്കെ ആയത് കാരണം ഉച്ചയ്ക്ക് സൗണ്ടൊക്കെ അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്തായാലും തെറ്റുകുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ മുടിയിൽ കുറച്ച് എണ്ണ കയ്യിലെടുത്തിട്ട് കൈ കൊണ്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കൈ കൊണ്ട് തൂത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് 2 കൈയിലൂടെ എണ്ണയാക്കുക. അതിന് ശേഷം മുടി ഇങ്ങനെ വകഞ്ഞിട്ട് ഇതേ രീതിയിലൊന്ന് തേച്ച് കൊടുക്കുക. ഒരുപാടൊന്നും വാരി തേക്കാതെ ഇതേ രീതിയിൽ നമ്മുടെ തലയോട്ടിയ ഭാഗത്തേക്ക് ചെല്ലുന്ന രീതിയിൽ മുടിയുടെ വേര് മുതൽ നമ്മൾ അങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കുക. എന്നിട്ട് ചെറിയ രീതിയിലൊരു നമ്മുടെ വിരൽ വെച്ചിട്ട് ചെറിയ രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ശക്തിക്കൊന്നും മസാജ് ചെയ്യരുത്. മുടിക്കോ തലയോട്ടിയുടെ ഇതിനൊന്നും ഒരു മുറിവോ ഒരു തൊലിയൊന്നും പോകരുത്. പതുക്കെ വേണം നമ്മളത് ചെയ്യാനായിട്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. മുടിയുടെ അറ്റം വരെ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുടിയിലും തലയോട്ടിയിലും വരുന്ന രീതിയിൽ വേണം നമ്മൾ എണ്ണ തൂത്ത് കൊടുക്കാൻ. എന്ന് പറഞ്ഞാൽ ഒത്തിരി ഒഴിക്കുകയോ ഒന്നും ചെയ്യരുത്. എന്നിട്ട് നമുക്ക് മുടി നല്ലപോലെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി. അതൊന്ന് കെട്ടി വെച്ച് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് മുടി ഒന്ന് കൈകൊണ്ട് പതുക്കെ ഒന്ന് കോതിയിട്ട് ഞാൻ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുളിക്കുമ്പോഴത്തേക്കും മുടിയിൽ ഷാമ്പൂ ഒക്കെ ഇട്ട്, നമുക്ക് ഷാമ്പൂ എല്ലാം താളി ഇടുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ താളിയില്ലെങ്കിൽ ഷാമ്പൂ ഒക്കെ ഇട്ട് നമുക്കത് കഴുകി കുളിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ഓയിലാണ്, എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന ഓയിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അത്രയ്ക്ക് നല്ല എഫക്റ്റ് ആയിട്ടുള്ള ഓയിലാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, മുടിക്കൊക്കെ ഞാനിത് യൂസ് ചെയ്തിട്ട് ഒരുപാട് മാറ്റം എൻ്റെ കുട്ടിക്ക് വന്നിട്ടുണ്ട്. മുടിക്കൊക്കെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും.
അപ്പോൾ 1/2 കിലോ എണ്ണയ്ക്ക് നമ്മളിത് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 1 മാസത്തേക്ക് ഉപയോഗിക്കാൻ കാണും കേട്ടോ. ഒരുപാടൊന്നും ഉപയോഗിക്കാതെ ഈ രീതിയിൽ തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് 1 മാസം വരെ ആ എണ്ണ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ എന്നിട്ട് നമ്മൾ ആ എണ്ണ നല്ല തണുത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ പ്ലാസ്റ്റിക് കുപ്പികളിൽ ഒഴിച്ച് വെക്കാതെ നമ്മുടെ ഗ്ലാസ് ബോട്ടിലുണ്ടല്ലോ അതിലൊഴിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഈ പ്ലാസ്റ്റിക് ബോട്ടിലാണ് ഒഴിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.